എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലോടുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. മുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി. അതുപോലെ തന്നെ ഉറുമ്പിന്റെ മറ്റൊരു സവിശേഷതയാണ് സൂക്ഷ്മത എന്ന വിഷയത്തിൽ ഉറുമ്പിനെ പോലൊരു മറ്റൊരു ജീവിയില്ല. ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് ഒരു വട്ടത്തിനകത്തൊരു വട്ടം വരച്ച് അതിനെത്തിട്ടാൽ ആ ഉറുമ്പ് പെട്ടെന്ന് ആ വട്ടത്തിനകത്ത് പുറത്തേക്ക് വരും. അത് പരീക്ഷിച്ച് നോക്കിയാൽ മതി. എന്നാൽ ആ ഉറുമ്പ് ആ വട്ടത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങും. അതിന്റെ വെളിയിലേക്ക് പോയാൽ സുരക്ഷിതമുണ്ട് എന്നറിഞ്ഞ ശേഷം മാത്രം. വ്യക്തമായ രൂപരേഖയാണ് ഈ രണ്ട് ജീവികൾ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. ഈ രണ്ട് ജീവികൾ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത് പരസ്പര സഹകരണം അനിവാര്യമാണ് എന്നതാണ്. ഈ ചെറിയ ജീവികളിലേക്ക് നോക്കി മനുഷ്യനും ഇത് പഠിക്കേണ്ട അനിവാര്യമാണെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കുക, ചർച്ച ചെയ്ത് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചെറിയ നിസ്സാരമായ ചർച്ചയുടെ പേരിലാണ് ഈ കൂട്ടായ്മ എന്ന മഹത്തായ ഒരു സംരംഭം രൂപം കൊണ്ടത്. 14,000 രൂപയുടെ സാധനവുമായ ഒരു വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ 2 ദിവസം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനും ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ടായി. മറ്റുള്ളവരുടെ യാതനകളെ നേരിട്ട് കണ്ട വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കൂട്ടായ്മ നമ്മുടെ നാട്ടിന്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. നമുക്കറിയാം, നാട്ടിൽ ആരെങ്കിലും സുഖമില്ലാതായാൽ നാട്ടിലാർക്കും ാർഥ്യമുണ്ട് എന്ന് അത് വളർത്തിയെടുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഈ കൂട്ടായ്മയുടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മയാകുമ്പോ, നമ്മൾ ഒരു കുടുംബത്തിലെ അംഗമാകുമ്പോ നമുക്ക് ചില അസ്വാരസ്യങ്ങൾ നമുക്ക് ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വിഷ്ണു ഭഗത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ഷക്കീമസ്, നമ്മുടെ പഞ്ചായത്തിന്റെ അനാഥനായ വൈസ് പ്രസിഡന്റ്. 30 സെക്കൻഡിലധികം സമയം ചെലവിടാൻ പുതിയ തലമുറയ്ക്ക് സമയമില്ല എന്ന്. നിങ്ങൾ എന്ത് മെസ്സേജാണോ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് 30